പാലക്കാട് ചിറ്റൂരിലെ തെരഞ്ഞെടുപ്പ് വിധി നിർണയിച്ചത് ഒരു അപരനാണ്. LDF സ്ഥാനാർത്ഥി വി മുരുകദാസിന്റെ പേര് മാത്രമല്ല, ചിഹ്നമായ മോതിരവും വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. 6510 വോട്ടുകൾക്ക് മുരുകദാസ് തോറ്റയിടത്ത് 6984 വോട്ടുകളാണ് ഈ അപരൻ നേടിയിട്ടുള്ളത്. ചിറ്റൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി വി മുരുകദാസിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം മോതിരമായിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിൽ തൊട്ടുതാഴെ അപരൻ പി മുരുകദാസിന്റെ ചിഹ്നം മോതിരത്തിനു സമാനമായ നെക്ലേസ്. ഒറ്റനോട്ടത്തിൽ വ്യത്യാസം തിരിച്ചറിയാതെയായി. തിരഞ്ഞെടുപ്പ് ദിവസം അപരന്റെ ചിഹ്നമടിച്ച നോട്ടീസുകൾ പല ബൂത്ത് പരിസരങ്ങളിലും വീടുകളിലും UDF പ്രവർത്തകർ വിതരണം ചെയ്തിരുന്നുവെന്നാണ് ആരോപണം. മോതിരത്തിന് വോട്ട് ചെയ്യാനായാണ് ആളുകൾ എത്തിയതെന്നും അപരന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും മുരുകദാസ്. പേരിനേക്കാൾ അപ്പുറത്ത് ചിഹ്നം സമാനമായതാണ് നമുക്ക് തിരിച്ചടിയായത്. മാത്രമല്ല അത് തൊട്ടടുത്തടുത്ത് തന്നെ വരികയും ചെയ്തു. ഇത്രത്തോളം അത് ബാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. എവിടെയും കുറേ ഒരു 100-500 വോട്ടൊക്കെ അല്ലെങ്കിൽ 1000-ൽ താഴെ വോട്ടൊക്കെ അതിൽ പോകുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഒരു വലിയ രീതിയിലുള്ളത് ഉണ്ടായില്ല. അത് സ്വാഭാവികമായിട്ടും ശരി. എന്തായാലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾ മോതിരം ചിഹ്നത്തിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും ജയിക്കണമെന്ന് ആഗ്രഹിച്ചാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്കിതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. പാർട്ടി പിളർന്നതോടെ ജനതാദൾ എസും കറ്റേന്ത്യ കർഷക സ്ത്രീ ചിഹ്നവും മാറി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ആയപ്പോൾ ബാലറ്റ് യൂണിറ്റിൽ താഴെയായി പോയതും തിരിച്ചടിയായെന്ന് പാർട്ടി കരുതുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന K കൃഷ്ണൻകുട്ടി നേടിയ 33,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഒറ്റയടിക്ക് അട്ടിമറിച്ചാണ് സുമേഷ് അച്യുതൻ മണ്ഡലത്തെ UDF പാളയത്തിലെത്തിച്ചത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.